ഈ ഒരു സിനിമ എൻവിഷൻ ചെയ്യുന്ന ആ ഒരു മെസ്സേജ് അത് നമ്മളുടെ എല്ലാ യുവതലമുറയിലുള്ള എല്ലാവരിലേക്കും അത് എത്തട്ടെ എന്ന ഒരു പ്രാർത്ഥനയോടുകൂടി തന്നെ നമുക്ക് എല്ലാവർക്കും ഈ ഒരു നിമിഷം ഒത്തുചേരാം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, 2022 ഫെബ്രുവരിയിലാണ് ഞങ്ങൾ സിബി ചാവറയും മാർട്ടിനും ഞാനും ചേർന്ന് ഗ്രീൻ റൂം എന്ന നിർമ്മാണ കമ്പനി തുടങ്ങുന്നതും അർച്ചന 31 നോട്ട് ഔട്ട് എന്നൊരു കൊച്ചു സിനിമ നിർമ്മിക്കുന്നത്. ഐശ്വര്യ ലക്ഷ്മിയും ഇന്ദ്രൻ സേട്ടനും പിഷാരടിയുമായിരുന്നു ആ സിനിമയിലെ പ്രധാനപ്പെട്ട കഥാപാത്രം. ആ സിനിമ തിയേറ്ററിൽ വേണ്ടത്ര ശ്രദ്ധിക്കപ്പെട്ടില്ലെങ്കിലും നിർമ്മാതാക്കൾക്ക് ലാഭമായിരുന്നു. അടുത്ത ഫെബ്രുവരിയിൽ ഞങ്ങൾ വീണ്ടും ഒരു കൊച്ചു ചിത്രവുമായിട്ട് വന്നു, പ്രണയവിലാസം. അർജുൻ അശോകനും അനശ്വരയും അമിതയും അഭിനയിച്ച സിനിമ. അതിന്റെയും സംവിധായകനും ക്യാമറാമാനും റൈറ്റേഴ്സും എല്ലാം പുതുമുഖങ്ങളായിരുന്നു. ആ സിനിമ നല്ല റിവ്യൂ നേടി തിയേറ്ററിലും ഹിറ്റ്ചാർട്ടിലുണ്ടായിരുന്നു. അടുത്ത ഫെബ്രുവരിയിൽ ഞങ്ങൾക്ക് നിർമ്മാണ ചിത്രം ഉണ്ടായിരുന്നില്ല. ഫെബ്രുവരി ഞങ്ങളുടെ റിലീസ് ഇല്ലാത്ത വർഷമായിരുന്നു. മലയാള സിനിമയിലെ ഏറ്റവും മികച്ച ഫെബ്രുവരി ആയിരുന്നു അത്. മഞ്ഞുമൽ ബോയ്സും പ്രേമലുവും അന്വേഷിപ്പിൻ കണ്ടെത്തവും ഭ്രമയുഗവും ഇറങ്ങിയ വർഷം. അന്ന് ഞങ്ങൾ അറിഞ്ഞില്ല അടുത്ത ഫെബ്രുവരി ഞങ്ങളുടേതായിരിക്കുമെന്ന്, ഓഫീസർ ഓൺ ഡ്യൂട്ടിയുടേതായിരിക്കുമെന്ന്. ഓഫീസർ ഓൺ ഡ്യൂട്ടിയുടെ കാര്യത്തിൽ സംഭവിച്ച എല്ലാ കാര്യങ്ങളും നന്നായി നടന്നൊരു സിനിമയായിരുന്നു അത് പൈസ ഇല്ലാതെ ഏതെങ്കിലും ഘട്ടത്തിൽ ബുദ്ധിമുട്ടാണെങ്കിൽ അപ്പോൾ പൈസ വരും. എന്തെങ്കിലും കാരണം ഷെഡ്യൂൾ ആയാൽ ആ സമയത്ത് എടുക്കുന്ന ചില തീരുമാനങ്ങൾ നന്നായി വരും. അങ്ങനെ ഓരോ മാറ്റവും പോസ്റ്റ് പ്രൊഡക്ഷന്റെ കാര്യത്തിലും ഇത് തന്നെ സംഭവിച്ചു. അങ്ങനെ എല്ലാം കൊണ്ടും നന്നായി വന്നൊരു സിനിമയുടെ ആഹ്ലാദത്തിൽ പങ്കുചേരാനാണ് നിങ്ങൾ എല്ലാവരും ഇവിടെ എത്തിയിരിക്കുന്നത്. നിങ്ങൾ ഓരോരുത്തരെയും, ഈ വിജയത്തിന് കാരണക്കാരായ നിങ്ങൾ ഓരോരുത്തരെയും ഈ സന്തോഷത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. Officer himself, may I very humbly and with lots of love 90s മുതൽ കാത്തു വച്ചിരുന്ന ഒരുപാട് സ്നേഹത്തോടു കൂടി തന്നെ ഈ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്തുകൊള്ളുന്നു the one and only Chakochen, the very dear Kunchaku Bhuvan of Malayalam cinema. Chakocha, as always എന്താണ് സ്ക്രീനിലും എന്തായിരുന്നു ഇപ്പോഴും എന്താണ്? Oh my God, എന്തെന്ത് ലുക്കാണ് അല്ലെ, റൈറ്റ്? His fashion statement, it always surpasses. And എന്താ പറയാൻ തോന്നുന്നു ഈ ഒരു മൊമെന്റിൽ? I just want to hear from you, your excitement, your happiness. We saw that you were crying, കണ്ണൊക്കെ നിറഞ്ഞ് കരയുന്നുണ്ട്. ആദ്യം തന്നെ എല്ലാവർക്കും വലിയ നന്ദി അറിയിക്കുകയാണ് എൻ്റെ ഹൃദയത്തിൽ നിന്നും. സോ ദാറ്റ്സ് ദ ഫസ്റ്റ് വേർഡ്സ് ദാറ്റ് ഐ ഹാവ് ടു സേ. താങ്ക് യു വെരി മച്ച്. ഇവിടെ ഇരിക്കുന്നവരോടും ഈ സിനിമയെ നെഞ്ചോട് ചേർത്ത പ്രേക്ഷക സമൂഹത്തോടും ലോകമെങ്ങും ഈ സിനിമയെ അവരുടേതാക്കി മാറ്റിയ സിനിമ പ്രേക്ഷകരോടും ഉള്ള നന്ദി ഈ വേദിയിൽ അറിയിക്കുകയാണ്. ഈ അവസരം തന്നതിന് ഓഫീസർ ഓൺ ഡ്യൂട്ടിയുടെ കൂടെ ഉണ്ടായിരുന്ന, മുന്നിലും പിന്നിലും ഒപ്പവും ഉണ്ടായിരുന്ന എല്ലാവരോടും ഈ അവസരത്തിൽ നന്ദി പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു, എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും. കാരണം ഉദയ പിക്ചേഴ്സ് എന്ന ബാനർ 79 വർഷമാകുന്നു ഏകദേശം ഈ 2025 വന്ന് നിൽക്കുമ്പോൾ. ഞാനുൾപ്പെടെ എൻ്റെ മൂന്നാമത്തെ തലമുറയാണ് സിനിമയിൽ ഉദയ കുടുംബത്തിൽ നിന്നും വരുന്നത്. 97 സിനിമ അഭിനയം തുടങ്ങുമ്പോൾ ഒരിക്കലും വിചാരിച്ചതല്ല ഈ യാത്ര ഇവിടെ വന്ന് നിൽക്കും, അല്ലെങ്കിൽ ഇനിയും ഒരുപാട് ദൂരം പോകും എന്നുള്ളത്. അങ്ങനെ ആഗ്രഹിച്ചു വന്നതല്ല. പക്ഷെ പിന്നീട് ഒരുപാട് പേരുടെ, ഞാനല്ലാത്ത എന്നെ സ്നേഹിക്കുന്ന, അല്ലെങ്കിൽ സിനിമയെ സ്നേഹിക്കുന്ന എൻ്റെ കുടുംബത്തിലുള്ളവരുടെയും എൻ്റെ കുടുംബത്തെ സ്നേഹിക്കുന്നവരുടെയും ആഗ്രഹത്തിൻ്റെ പരിണത ഫലമായിട്ട് ഞാൻ സിനിമയിൽ തുടരുകയും ഇടക്കാലത്ത് മാറിപ്പോവുകയും തിരിച്ച് വീണ്ടും വരികയും ചെയ്യുമ്പോൾ അവരുടെ പ്രാർത്ഥനകളും അനുഗ്രഹങ്ങളും ആഗ്രഹങ്ങളുടെയും ഒരു യാത്രയായിട്ടാണ് എൻ്റെ സിനിമാ യാത്ര എനിക്ക് തോന്നിയിട്ടുള്ളത്. വളരെ സന്തോഷമുണ്ട്. ഒരു ചിത്രത്തിന്റെ വിജയാഘോഷ പരിപാടികൾ പങ്കെടുക്കുക എന്ന് പറയുമ്പോൾ ഒരു നടന് ഉള്ളിലുണ്ടാകുന്ന സന്തോഷം അത് വാക്കുകളാൽ വിവരിക്കാൻ കഴിയാത്ത ഒന്നാണ്. ഈ ചിത്രത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ ദീർഘമായിട്ട് തന്നെ ചാക്കോച്ചൻ എല്ലാവരുടെയും പേരെടുത്ത് പറഞ്ഞ് റെഫർ ചെയ്തിട്ടുണ്ട്. ഞാനൊന്ന് ചുരുക്കി പറയാം. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മനസ്സിൽ സ്പർശിച്ച 2-3 കാര്യങ്ങൾ. ഒന്ന്, സംവിധായകൻ ജിത്തു അഷ്റഫ്. ഞാൻ സെറ്റിൽ അദ്ദേഹത്തെ കണ്ടിട്ടുള്ളത് ഒരു പ്രിൻസിപ്പലായിട്ട് അല്ലെങ്കിൽ ഒരു ഹെഡ് മാസ്റ്റർ ആയിട്ടാണ്. ഇത്ര ഒരു
അങ്ങനെ പ്രിൻസിപ്പൽ അല്ലെങ്കിൽ ഹെഡ് മാസ്റ്റർ എന്ന് പറയുമ്പോൾ ഇത്രയും വേർത്തൊഴുകേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ കണ്ടിട്ടുള്ള പ്രിൻസിപ്പൽ ആയിരുന്നാലും ഹെഡ് മാസ്റ്റർ ആയിരുന്നാലും ഇത് 24 മണിക്കൂറും വേർത്തൊഴുകി അവിടെ നിൽക്കുന്ന ഒരു തൊഴിലാളിയെ പോലെ സെറ്റിൽ അധ്വാനിച്ച സംവിധായകനാണ് ജിത്തു അഷ്റഫ്. അത് യാതൊരു സംശയമില്ലാതെ തന്നെ പറയാം. വളരെ ഡൗൺ ടു എർത്ത്, എന്താണ് വേണ്ടതെന്ന് മനസ്സിൽ വ്യക്തമായ ധാരണ ഉണ്ടാവുക, അത് എക്സ്ട്രാക്ട് ചെയ്യുക ആർട്ടിസ്റ്റിൽ നിന്നും. നമ്മളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ 2ാമത്തെ 3ാമത്തെ ടേക്കൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അതിന് കാര്യകാരണ സഹിതം എന്തുകൊണ്ടാണ് ഒരു സെക്കൻഡ് ടേക്ക്, എന്തുകൊണ്ടാണ് ഒരു തേർഡ് ടേക്ക് എന്ന് പറഞ്ഞ് മനസ്സിലാക്കിയ അത് പറയുമ്പോൾ തന്നെ ഒരു ഓർഡറിംഗ് ലെവലല്ല. ഒരിക്കലും ഞാൻ ഹെഡ് മാസ്റ്റർ പ്രിൻസിപ്പൽ എന്നൊക്കെ പറയുമ്പോൾ ഒരു ഓർഡറിംഗ് കമാൻഡിങ് ലെവലല്ല. വളരെ ഫ്രണ്ട്ലി ആയിട്ട് ആദ്യമായിട്ട് അഭിനയിക്കുന്നവരോട് പോലും വളരെ സോഫ്റ്റ് ആയിട്ട് സ്നേഹത്തോടെ അവരോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി വർക്ക് എക്സ്ട്രാക്ട് ചെയ്ത ജിത്തുവിനെ സംബന്ധിച്ചിടത്തോളം, ജിത്തു അസോസിയേറ്റ് ഡയറക്ടർ എന്ന നിലയിൽ എല്ലാ ഇൻഡസ്ട്രിയിൽ എല്ലാവർക്കും അറിയാം വളരെ ഹാർഡ് വർക്കിംഗ് ആണ്, ഇത്രയും ടാലന്റഡ് ആണെന്ന് അറിയാം. പക്ഷെ ഇൻഡിപെൻഡന്റ് ആയിട്ടൊരു വർക്ക് കിട്ടിയപ്പോൾ അത് ഫുള്ളായിട്ട് തന്നെ ആ സാധ്യതയെല്ലാം പ്രയോജനപ്പെടുത്തി. ഗുഡ് ഈവനിങ് എവ്രി വൺ. ഞാൻ വളരെ ഷോർട്ട് ആൻഡ് സ്വീറ്റ് ആയിട്ട് ഞാൻ എൻ്റെ താങ്ക് യൂസ് ഞാൻ പറയാം, ബിക്കോസ് ഓൾറെഡി എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. എനിക്ക് ഒരു ലോങ് ലിസ്റ്റ് ഓഫ് താങ്ക് യൂസേ ഉള്ളൂ. ഫസ്റ്റ് ഓഫ് ഓൾ, ആദ്യമായിട്ടാണ് എൻ്റെ കരിയറിൽ, എസ്പെഷ്യലി മലയാള സിനിമയിൽ ആദ്യമായിട്ടാണ് ഞാനൊരു സക്സസ് സെലിബ്രേഷനിൽ ഞാനൊരു ഭാഗമായിട്ട് ഞാൻ വരുന്നത്. അതിൽ വളരെ നന്ദി. താങ്ക് യു ഓൾ. താങ്ക് യു ടു ദ ഓഡിയൻസ് ആൻഡ് ദ മീഡിയ ഫ്രണ്ട്സ് ടു മേക്കിംഗ് ദിസ് സച്ച് എ ഹ്യൂജ് സക്സസ്. ഇതിൽ ആദ്യമായിട്ട് താങ്ക് യു, ലിസ്റ്റിൽ ആദ്യമായിട്ടുള്ള താങ്ക് യു ഐ ഹാവ് ടു സേ ടു ഷായി കബീർ. ഞാൻ US-ലിരിക്കുമ്പോൾ ഷായി കബീർ എനിക്ക് വയ സൂം എനിക്ക് കഥ പറഞ്ഞു. പെട്ടെന്ന് ഐ ഡിഡ്ന്റ് നോ വെദർ ചെയ്യണോ വേണ്ടയോ എന്ന് ആ ഒരു തോട്ടിലിരിക്കുമ്പോൾ എൻ്റെ ഫാമിലി ഭയങ്കരമായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്തു. എനിക്കിഷ്ടമാണെങ്കിൽ നീ ചെയ്യുമെന്ന് പറഞ്ഞ് അത് കഴിഞ്ഞിട്ട് ഞാൻ ശരി ഓക്കെ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഒരു ഡിസിഷൻ എടുത്ത് ഐ വാസ് പാർട്ട് ഓഫ് ഓഫീസർ ഓൺ ഡ്യൂട്ടി. സോ ഈ ഒരു നല്ലൊരു കഥയ്ക്ക് ഒരു നല്ലൊരു ക്യാരക്ടർ, ഗീത എന്ന് പറയുന്ന ഈ ക്യാരക്ടർ തന്നതെന്ന് ഷായി കബീറിന് താങ്ക് യു. ജിത്തു സർ, താങ്ക് യു ഫോർ ബീയിങ് ദ വണ്ടർഫുൾ ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ്. നന്നായിട്ട് ഡയറക്റ്റ് ചെയ്തു. ഹി നോസ് വാട്ട് ഹി വാണ്ട്സ്. പടം കണ്ടു കഴിഞ്ഞിട്ട് ഈ പടം ഞങ്ങൾ ആക്ച്വലി ദുബായിൽ കണ്ടതാണ്, ഫാമിലി ആയിട്ട് ഞാൻ കണ്ടു. അപ്പോൾ എല്ലാവരും പറഞ്ഞു ഇത് ജിത്തു അഷ്റഫിന്റെ ഫസ്റ്റ് പടമാണോ ആസ് എ ഡയറക്ടർ. കാൺട്ട് ബിലീവ് ഇറ്റ്, ഇറ്റ്സ് നോട്ട് പോസിബിൾ. ബിക്കോസ് അത്ര നന്നായിട്ട് ഈസ് എ പെർഫെക്ഷനിസ്റ്റ്. ഷൂട്ട് ചെയ്യുന്ന ടൈമിൽ ഭയങ്കര പെർഫെക്ഷനിസ്റ്റ് ആയിരുന്നു. ഹി ന്യൂ വാട്ട് ഹി വാണ്ടഡ്. ഏത് ടേക്കാണ്, ലൈക് ജഗദീഷ് സർ പറഞ്ഞ പോലെ, ഒരു 2 ടേക്ക് ആണെങ്കിലും 3 ആണെങ്കിലും 5 ആണെങ്കിലും അത് പെർഫെക്റ്റ് ആയിട്ട് കഴിഞ്ഞിട്ടേ ഓക്കെ പറയുള്ളൂ. സോ ആ ഒരു പെർഫെക്ഷന് വേണ്ടി താങ്ക് യു. ബി ദ സെയിം പ്ലീസ്. സോ ഇത്ര നന്നായിട്ട് ഡയറക്റ്റ് ചെയ്തത് ജിത്തു സാറിന് താങ്ക് യു സോ മച്ച്. പിന്നെ പ്രൊഡ്യൂസേഴ്സ് മാർട്ടിൻ പ്രകാശ് സർ, രഞ്ജിത്ത്, സിബി സർ, എല്ലാവരും താങ്ക് യു ഫോർ ഹാവിംഗ് മീ പാർട്ട് ഓഫ് ദിസ് പ്രോജക്റ്റ്. എന്താ പറയുക, ഭയങ്കര ഭാഗ്യം. ആദ്യത്തെ പടം തന്നെ ഹിറ്റായി എന്നറിയുമ്പോൾ ഉണ്ടാകുന്നൊരു ഭാഗ്യം. ഏതാണ് ചോദിച്ചത്? കെട്ടിപ്പിടിച്ച കാര്യമോ? സാറിന്റെ മൊത്തത്തിൽ ഇപ്പോൾ ഉള്ള ഒരു സന്തോഷം എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യാം. ആ കെട്ടിപ്പിടിച്ച മൊമെന്റിനെ പറ്റിയിട്ടും സംസാരിക്കാം. ഏത് നിമിഷത്തിനെ പറ്റിയിട്ടും. ഓൾ ദിസ് ജേർണി, ദിസ് ഈസ് യുവർ തിങ്, ദിസ് ഈസ് യുവർ മൊമെന്റ്. എന്റെ അനിയനുണ്ടായിരുന്നു. എന്നെക്കാട്ടി കൂടുതൽ ഞാൻ ഇത് സക്സസ്ഫുൾ ആണോ എന്ന് ആഗ്രഹിച്ച ഒരാളാണ് എൻ്റെ അനിയൻ. അപ്പൊ അവൻ ഭയങ്കരമായിട്ട് ഇമോഷണൽ ആയപ്പോൾ ആ സമയത്ത് ഞാനും ഇമോഷണലായി. പിന്നെ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ലത്തീഫ് എന്ന് പറഞ്ഞ സുഹൃത്തുണ്ടായിരുന്നു. പുള്ളിക്കും ഭയങ്കര ഇമോഷണൽ മൂമെന്റ് ആയിരുന്നു. പുള്ളിയാണ് എന്നെ സിനിമയിലേക്ക് കൊണ്ടുവന്നത്. അപ്പം ആ ഒരു മൂമെന്റിൽ അവരുമായിട്ടുള്ള ഷെയർ ചെയ്തപ്പോൾ ഉണ്ടായ സംഭവമാണിത്. പിന്നെ സിനിമ ഷൂട്ടിങ്ങെല്ലാം കഴിഞ്ഞ് എഡിറ്റെല്ലാം കഴിഞ്ഞപ്പോഴും ഒരു കുഴപ്പമില്ലാത്ത സിനിമയായിരുന്നു തോന്നി. പക്ഷെ ഇത്രത്തോളം ഇത് ഹിറ്റാവുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. പ്രത്യേകിച്ച് ഫാമിലി ഓഡിയൻസ് ഇത് റിസീവ് ചെയ്ത രീതി കാണുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് സന്തോഷം തോന്നുന്നു. ശരിക്കും അങ്ങനെ പ്രതീക്ഷിച്ചില്ലായിരുന്നു. ഇത് ഭയങ്കര ഒരു എങ്ങനെയായിരിക്കും ഫാമിലി ഓഡിയൻസിനെ എടുക്കുക എന്നുള്ളൊരു ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ എൻ്റെ അനിയന്റെ മോള് 8 വയസ്സേ ഉള്ളൂ. പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കത്തില്ല, 13 പ്രാവശ്യം കണ്ടു പടം. അതാണ്. അപ്പൊ ഇത് എന്ത് മാജിക്കാന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്തായാലും വളരെ സന്തോഷം. പിന്നെ കൂടെ നിന്ന് എല്ലാ ടെക്നീഷ്യന്മാരോടും, പേര് പ്രത്യേകം എടുത്തെടുത്ത് പറയുന്നില്ല, എല്ലാവരോടും താങ്ക് യു ഓൾ. പ്രസംഗത്തിൽ ഒരാളെ വിട്ടുപോയി, വേറെ ആരുമല്ല, എൻ്റെ അടുത്ത സുഹൃത്തും കൂടെ ആയിട്ടുള്ള മനോജ് ചേട്ടനാണ്. ഞങ്ങൾ ഒരുമിച്ച് ഷാവേർ ചെയ്യുന്ന സമയത്താണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ ഓഫീസർ ഓൺ ഡ്യൂട്ടി ചെയ്യുന്ന സമയത്താണെങ്കിൽ വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ള സീനുകൾ ഒരുമിച്ച് ചെയ്യാൻ സാധിച്ചിട്ടുള്ള വ്യക്തികളാണ്. അപ്പം ഇതിൽ ഫ്ലാഷ് ബാക്ക് സീക്വൻസിൽ
റംസാനുമായിട്ടുള്ള ഒരു സീക്വൻസ് കഴിയുമ്പോൾ മനോജ് ചേട്ടൻ്റെ ഒരു ചിരിയുണ്ട്, ഒരു ചിരി, ഒരു സങ്കടവും അതിൻ്റെ ഒരു വെഞ്ചൻസും ഒക്കെ ഉള്ള ഒരു ചിരി, അത് ഭയങ്കര ഹോണ്ടിങ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. സോ അഗെയിൻ മനോജുമായിട്ട് ആ ഒരു സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യാൻ സാധിച്ചതിൽ ഒരുപാട് താങ്ക് യു വെരി മച്ച് മാൻ, ഇൻ മൈ ഹാർട്ട്. ചാക്കോച്ചനെ പോലെ തന്നെ ഇതിന്റെ നിർമ്മാതാക്കൾ, ഇതിൽ അഭിനയിച്ച പ്രിയ ഉൾപ്പെടെയുള്ള ഒരുപാട് അഭിനേതാക്കൾ, മാർട്ടിൻ, എല്ലാവരും വലിയ സുഹൃത്തുക്കളാണ്. നമ്മുടെ സുഹൃത്തുക്കളെല്ലാം വലിയ സന്തോഷത്തിലാണ് എന്നത് നമുക്ക് വലിയ സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ഒരു വലിയ വിജയത്തിന്റെ ആഘോഷം നടക്കുന്നു. കുറച്ച് നാളുകൾക്ക് മുമ്പ്, ഒരു 10 കൊല്ലം മുമ്പൊക്കെ കുറച്ചധികം വിജയാഘോഷങ്ങൾ നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. ഇപ്പം വിജയാഘോഷങ്ങൾ ഒരു റെയർ ചടങ്ങാണ്, വല്ലപ്പോഴും മാത്രം നടക്കുന്ന ഒരു ചടങ്ങാണ്. അതിൽ പങ്കെടുക്കാൻ പറ്റുന്ന വലിയ ഭാഗ്യമാണ്. ഇതിന്റെ പൂജയ്ക്ക് ഉണ്ടായിരുന്നു, ഇതിന്റെ റിലീസ് ദിവസം ചാക്കോച്ചന്റെ ഒക്കെ കൂടെ ഇരുന്നാണ് കണ്ടത്. സംവിധായകനാണെങ്കിലും ജെയ്ക്സ് ആണെങ്കിലും അഭിനയിച്ച ഓരോരുത്തരാണെങ്കിലും അതിഗംഭീരമായ പ്രകടനം കാഴ്ചവെച്ചതിന്റെ ഫലമാണ് ഈ ഒരു വലിയ വിജയം. എടുത്ത് ജെയ്ക്സിന്റെ ഒക്കെ കാര്യം എടുത്തു പറയേണ്ടതാണ്, അത്രയും രസമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഒരു സിനിമയുടെ എല്ലാ മേഖലയിലുള്ളവരും വളരെ നന്നായിട്ട് അവരുടെ ഡ്യൂട്ടി ചെയ്തതിന്റെ ഫലമായിട്ടാണ് ഈ ഓഫീസറിന്റെ ഡ്യൂട്ടി ഇത്ര ഗംഭീരമായത്. ഗംഭീരമാണ് എന്ന് ഇനി വീണ്ടും പറയേണ്ട ആവശ്യമില്ല, അതുകൊണ്ടാണല്ലോ ഈ സിനിമ ഇത്രയും വിജയിച്ചത്. അപ്പൊ ഇതിന്റെ ഈ വിളക്കൊളുത്തുമല്ലോ സിനിമയുടെ പൂജയൊക്കെ, ഞാനൊക്കെ ഉണ്ട് കൊളുത്താൻ. അപ്പൊ നമ്മൾ വിളക്കൊളുത്തും എപ്പോഴും ഇത് ചിലരൊക്കെ മാറിക്കോയോ, ഞാൻ കൊടുത്തില്ല, കാരണം എന്റെ റിസ്ക്, ഇതിനെന്തെങ്കിലും സംഭവിച്ചാൽ ഈ റിസ്ക് നമ്മൾ ഏറ്റെടുക്കണമല്ലോ. അപ്പോഴാണ് ഞാൻ നോക്കിയത്, ഇതിന്റെ സംവിധായകൻ ഈ സിനിമയുടെ തുടക്കത്തിൽ തന്നെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ പുള്ളിക്കറിയാം, ഫസ്റ്റ് തന്നെ പുള്ളിനെ കാണിച്ചാലും ഒരു പ്രശ്നമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അല്ലെങ്കിൽ അല്ലെ സിനിമയ്ക്ക് പിന്നീട് എന്തെങ്കിലും കുഴപ്പം കിട്ടിയാലും സംവിധായകനെ സ്ക്രീനിൽ കണ്ട ആൾക്കാർ മുതത്ത് കയറുമല്ലോ. അപ്പൊ പുള്ളിയുടെ ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്നത് അത്രയും കൂടുതലായിരുന്നു ആ സമയത്ത് തന്നെ എന്നുള്ളത് നമുക്കും വലിയൊരു ആത്മവിശ്വാസമായിരുന്നു. എല്ലാവരുടെയും അധ്വാനത്തിന്റെ ഫലമാണ് ഈ വലിയ വിജയം. ചാക്കോച്ചന്, പ്രിയയ്ക്ക്, എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനം. 2 പ്രിയുണ്ട്, പ്രിയാമണിയും കേൾക്കുന്നുണ്ട്. ചാക്കോച്ചന്റെ ഭാര്യ പ്രിയയും ഞാൻ പ്രിയയ്ക്ക് എന്ന് പറയുമ്പം അതെടുക്കുന്നുണ്ട്. രണ്ടുപേരും വീതിച്ചെടുത്തോളൂ, വഴക്കുണ്ടാക്കാതെ. നന്ദി. എടാ, നിനക്കൊന്നും ഒരു മാറ്റമില്ല, ഇതിനൊരു മോചനമില്ലേ? എല്ലാവർക്കും നമസ്കാരം. ഈ ഒരു കൂട്ടായ്മയിൽ ഒരു ഫോർമൽ സ്പീച്ച് ഒക്കെ ഭയങ്കര ഏച്ചുകെട്ടലായിരിക്കും. കാരണം ഈ സിനിമയുടെ ഭാഗമായിട്ടുള്ള എല്ലാവരും എനിക്ക് വളരെ പ്രിയപ്പെട്ടവരാണ്. ഈ ഒരു കൂട്ടായ്മയുടെ വിജയം എനിക്ക് ഒരുപാട് സന്തോഷം നൽകുന്നുണ്ട്. പ്രത്യേകിച്ച് ചാക്കോച്ചന്റെ ഏതൊരു നല്ല കാര്യം ചാക്കോച്ചന്റെ ജീവിതത്തിൽ സംഭവിക്കുമ്പോഴും ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന കുറച്ച് പേരിൽ ഒരാളാണ്. അത് ചാക്കോച്ചനെക്കാട്ടിലും സന്തോഷത്തോടെ അതിൽ പങ്കെടുക്കാൻ ആവേശം കാണിക്കുന്ന ഒരാളാണ് ഞാൻ. ഒപ്പം ഇതിന്റെ ജിത്തുവിന്റെ ആദ്യത്തെ സിനിമ പുറത്തു വരുന്നത് ജിത്തുവിനോടൊപ്പം തന്നെ സ്വപ്നം കണ്ട ഒരാളാണ് ഞാൻ. അത്രയും വർഷത്തെ അടുപ്പവും പരിചയവുമുണ്ട്. പിന്നെ ഇതിന്റെ നിർമ്മാതാക്കൾ മാർട്ടിൻ, രഞ്ജിത്ത്, സിബി, പിന്നെ ഇതിൽ അഭിനയിച്ചിട്ടുള്ള മറ്റുള്ള ഏറ്റവും പ്രമുഖരായിട്ടുള്ള പ്രിയ, ജഗദീഷ് ചേട്ടൻ, വിശാഖ് ഒക്കെ, വിശാഖിന്റെ ഒപ്പം ഒക്കെ ഞാൻ ഒന്നിച്ച് വർക്ക് ചെയ്ത് ഞങ്ങൾ അടുപ്പമുള്ളതാണ്. അപ്പൊ ഈ ഒരു നല്ലൊരു ടീമിന്റെ, ഷാഹി ഇതിന്റെ റൈറ്റർ, റോബി ക്യാമറ, അപ്പൊ ഇതൊക്കെ ഏറ്റവും നല്ല ബെസ്റ്റ് ടീമാണ് എന്നുള്ളത് അല്ലാതെ തന്നെ എല്ലാവർക്കും അറിയാം. അപ്പൊ ആ കൂട്ടായ്മയിൽ വന്ന ഒരു സിനിമ ഇത്രയും വലിയൊരു വിജയം കൂടി ആയി എന്നുള്ളത് അതിന്റെ സന്തോഷത്തിന്റെ വലിപ്പം ഒരുപാട് കൂട്ടുന്നുണ്ട്. ഇന്ന് എപ്പോഴും ഒരു സിനിമയുടെ ഇങ്ങനത്തെ ഒരു വിജയാഘോഷങ്ങൾ ഇതിൽ സിനിമയിൽ ഭാഗമായിട്ടുള്ളവർക്ക് എപ്പോഴും ഭയങ്കര സ്പെഷ്യൽ ആയിരിക്കും. എല്ലാവരെയും ഒന്നും കൂടി കാണാനും ആ മെമ്മറീസ് ഒക്കെ പങ്കുവയ്ക്കാനും ഒക്കെയുള്ള ഭയങ്കര സന്തോഷമാണ്. അപ്പൊ ആ സന്തോഷത്തിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ എനിക്കും സന്തോഷമുണ്ട്. ഇനിയും ഒരുപാട് നല്ല സിനിമകൾ ഈ കൂട്ടായ്മയിലും എല്ലാവരും ഇൻഡിപെൻഡന്റ് ആയിട്ടും ഒക്കെ നല്ല സിനിമകൾ സംഭവിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അടി കിട്ടിയത് മൊത്തം ഇവക്കാണ്, എനിക്ക് അടിയൊന്നും കിട്ടിയിട്ടില്ല. പക്ഷേ ഒരുപാട് സന്തോഷമുണ്ട്. എൻ്റെ ഫസ്റ്റ് ഫിലിമാണ്. ഫസ്റ്റ് ഫിലിമിൽ തന്നെ ഇങ്ങനൊരു ഇത്രയും ആൾക്കാരൊക്കെ ഉള്ളൊരു സ്റ്റേജിൽ ഇത്രയും ക്യാമറാസൊക്കെ ഞാനിതൊക്കെ റെഡ് കാർപ്പറ്റിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥലത്ത് ഇത്രയും വലിയ ആൾക്കാരുടെ കൂടെ, ലെജൻസിന്റെ കൂടെ, ഞാൻ ടി വിയിൽ മാത്രം കണ്ടു വളർന്ന ആൾക്കാരുടെ കൂടെ നിൽക്കാൻ കഴിയുക, അവരുടെ കയ്യിൽ നിന്ന് ഇങ്ങനെയൊക്കെയുള്ള ഒരു ഉപകാരം വാങ്ങിക്കുക എന്നൊക്കെ പറയുന്നത് ഞാൻ സ്വപ്നങ്ങളിൽ മാത്രം കണ്ട കാര്യങ്ങളാണ്. ഒരുപാട് സന്തോഷമുണ്ട്, ഒരുപാട് നന്ദിയുണ്ട്. ഐ എം വെരി ഗ്രേറ്റ്ഫുൾ ടു ഈച്ച് ആൻഡ് എവ്രി വൺ. എന്നെ ആദ്യം ഒഡീഷന് സെലക്ട് ചെയ്ത ചേട്ടൻ തൊട്ട് എനിക്ക് സെറ്റിൽ ചായ കൊണ്ട് തന്ന ചേട്ടനോട് വരെ ഒരുപാട് നന്ദി പറയാനുണ്ട്. ജിത്തു സാറാണെങ്കിലും, മാർട്ടിൻ ചേട്ടനാണെങ്കിലും, രഞ്ജിത്ത് ചേട്ടനാണെങ്കിലും, സിബി ചേട്ടനും, നമ്മുടെ റോബി ചേട്ടനാണേലും, ഞാൻ സ്ക്രീനിലൊക്കെ ഇത്രയും നന്നായിട്ട് ഞങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ചമൻ ഡിഡ് എ ഗ്രേറ്റ് ജോബ്. താങ്ക് യു സോ മച്ച്. ജെയ്ക്സ് ചേട്ടനാണെങ്കിലും
എല്ലാവരോടും ഒരുപാട് നന്ദി പറയാനുണ്ട്. ഈ ടെക്നിക്കൽ ടീം, മലയാളത്തിലെ തന്നെ ഏറ്റവും മികച്ച ടെക്നിക്കൽ ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുക. ആൻഡ് that's really great for a starter like me and also her. ആൻഡ് ചാക്കോച്ചൻ, നമുക്കൊന്നും പറയേണ്ട ആവശ്യമില്ല ചാക്കോച്ചനെ പറ്റി, എല്ലാവർക്കും അറിയാം. അപ്പം ചാക്കോച്ചൻ്റെ കൂടെ ഒരു സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. എല്ലാവർക്കും ഒന്നും അത് കിട്ടില്ല, ആ ഒരു ഭാഗ്യം. അതുപോലെ തന്നെ പ്രിയാമണി മാമിൻ്റെ ഒക്കെ പുതിയമുഖത്തിലൊക്കെ മാമിനെയൊക്കെ കണ്ട് ഇൻസ്പയർഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. ആ ആൾക്കാർ ഇവിടെ മാമിൻ്റെ കൂടെ നിൽക്കുക, മാമിൻ്റെ കഴുത്തിൽ കയറി പിടിക്കുക, എനിക്കൊന്നും ചിന്തിക്കാൻ പറ്റുന്നില്ല. ആൻഡ് ജഗദീഷ് ചേട്ടനെ ഈ പറയുന്ന പോലെ തന്നെ നമ്മൾ അഭിനയം എന്താണെന്ന് കണ്ടുപിടിക്കുന്ന ആൾക്കാരാണ് അല്ലേ, അവരുടെയൊക്കെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുക. ആൻഡ് അബവ് ഓൾ മൈ ഡിയർ ഫ്രണ്ട്സ്, എൻ്റെ ഫ്രണ്ട്സ് വിശാഖ്, ലയ, അമിത്, വിഷ്ണു, റംസാൻ ആൻഡ് എവ്രി വൺ, എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട്. കാരണം അവരുടെ കൂടെ ഈ ഒരു ബോണ്ട്, ഞങ്ങളുടെ സ്ക്രീനിലെ ബോണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അതിന് കാരണം ഞങ്ങളുടെ ജീവിതത്തിലുള്ള ബോണ്ട് തന്നെയാണ്. അതുകൊണ്ട് മാത്രമാണ് അത്രയും നന്നായിട്ട് ഞങ്ങൾക്ക് സ്ക്രീനിലും അത് കാണിക്കാൻ പറ്റിയിട്ടുള്ളത്. പിന്നെ പ്രേക്ഷകരോട് ഒരുപാട് നന്ദിയുണ്ട്. ഇത്രയും നല്ലൊരു റിസപ്ഷൻ കിട്ടുമെന്ന് ഞങ്ങൾ ജീവിതത്തിൽ വിചാരിച്ചിട്ട്, ഞങ്ങൾ എല്ലാവരും ഫിലിമിന്റെ സക്സസ് കഴിഞ്ഞപ്പം ഭയങ്കര സർപ്രൈസ്ഡ് ആയിരുന്നു. ഇത്രയും ആൾക്കാർക്ക് ഇഷ്ടപ്പെടുമെന്നും ഞങ്ങളെയൊക്കെ നന്നായിട്ട് അഭിനയിച്ചു എന്നൊക്കെ പറയുന്നു, എനിക്കറിയില്ല. സോ ഒരുപാട് നന്ദിയുണ്ട് എല്ലാവരുടെ അടുത്തും, എല്ലാ കാസ്റ്റിലെ ഡയറക്ഷണൽ ടീമാണെങ്കിലും അവരൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്തത് കൊണ്ടാണ് എന്തൊക്കെ നമുക്കറിയില്ലല്ലോ. ഓഫ് കോഴ്സ് നമ്മൾ സ്റ്റാർട്ടേഴ്സ് ആണ്. അപ്പോൾ ഞങ്ങളെയൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്ത എല്ലാ മനുഷ്യരോടും ഒരുപാട് നന്ദിയുണ്ട്. എനിക്ക് പ്രത്യേകിച്ച് എൻ്റെ ഫാമിലിയോട് നന്ദി പറയാനുണ്ട്, അവരുടെ സപ്പോർട്ടും. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇന്നിവിടെ എനിക്ക് നിൽക്കാൻ പറ്റുന്നത്. എല്ലാ നമ്മുടെ നല്ലത് മാത്രം ആഗ്രഹിക്കുന്ന എല്ലാ മനുഷ്യരോടും ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. ഇനി ഞാൻ എന്താ പറയാ, but again thank you so much to everyone. ഞങ്ങളിവിടെ നിൽക്കുന്നത് is because of all of your collective effort. നിങ്ങളാരില്ലായിരുന്നെങ്കിൽ ഞങ്ങളില്ല. So that says everything, I think. So thank you so much for this. Thank you so much for everything. Thank you. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.